ഹലോ നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോണത് പണ്ട് കാലത്തൊക്കെ ഒരു മീൻകറി ഉണ്ടായിരുന്നു. ഉള്ളി വഴറ്റുകയൊന്നും ചെയ്യാണ്ട് ഇട്ടിട്ടൊരു മീൻകറി ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും വയ്ക്കണം ഉള്ളി ഇതൊക്കെ ഇട്ട് മുളകൊക്കെ ചൂടാക്കിയൊക്കെ വഴറ്റിയിട്ടൊക്കെയാണ്. ഇതങ്ങനെയൊന്നുമല്ല. ഇത് സാധാരണ രീതിയിൽ ഒരു നാടൻ രീതിയിലൊരു മീൻകറി ഞാൻ വയ്ക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ നോക്കാം. അതിന് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പം അതിന് ഞാനിവിടെ കുറച്ച് മീനെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ചുമന്നുള്ളി ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്ര സാധനം. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ഗ്രാമപ്രദേശത്തൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഒരു കറി കേട്ടോ. അപ്പോൾ അതെങ്ങനെ വെക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ ഉള്ളി വരട്ടോ ഒന്നും ചെയ്യണില്ല, നമുക്ക് ചട്ടിയിലേക്ക് തന്നെ എല്ലാം ഡയറക്റ്റായിട്ട് ഇടാം കേട്ടോ. ആദ്യം നമുക്ക് ഇഞ്ചി അരിഞ്ഞിടാം. ഏത് മീനും വെക്കാട്ടെ, ഇതുപോലെ എന്ത് മീൻ വേണമെങ്കിലും വെക്കാം. പിന്നെ മീനൊന്നുമില്ല, എല്ലാ മീനും വെക്കാം. പിന്നെ ചാള, അതിൽ ഇതൊക്കെ വെക്കുകയാണെങ്കിൽ കൂടുതൽ രുചി ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് നെയ്യുള്ള മീനൊക്കെ ആകുമ്പോൾ കുറച്ച് നല്ല രുചി ഉണ്ടാവും. പിന്നെ നമുക്ക് കൊണ്ട് പച്ചമുളക് ഇടാം. എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി എന്ത് നടുവ കീറി കേട്ടോ ഇടണേ. ഒത്തിരി വലുതൊക്കെ ആണെങ്കിൽ ഇടാം. അപ്പോൾ ഇതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര സാധനം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടാം. ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിടാം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് മീനെ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു കേട്ടോ. പിന്നെ നമുക്ക് മീൻ ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇത് വയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഇനി ഇതിലേക്കാണ് ഒഴിക്കണേ പുളിയുടെ കുടംപുളി തിളപ്പിച്ച് വെച്ചേക്കണ വെള്ളം കേട്ടോ. വെള്ളം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, പുളി കിട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ പുളിയുടെ ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇത് തിളപ്പിച്ച് വെച്ചേക്കണ കാരണം നല്ല ഉറയുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടും, കുറച്ച് നമുക്ക് ലാസ്റ്റ് ഇടാം. പിന്നെ ഇതിലേക്ക് ഒഴിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കാരണം പണ്ട് കാലത്തൊക്കെ വെളിച്ചെണ്ണയ്ക്ക് ക്ഷാമമുള്ള സമയമൊക്കെ അല്ലായിരുന്നു. അപ്പം വെളിച്ചെണ്ണയൊക്കെ ലാസ്റ്റാണ് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉള്ളത്. ആദ്യമൊന്നും ഒഴിക്കാറില്ല. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണയൊന്നും കൂട്ടാൻ പറ്റാത്തവരാണെങ്കിൽ ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എരിവും പുളിയൊക്കെ ഒന്ന് തൊട്ട് നോക്കാം. എരിവും പുളിയൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ ഇതാക്കാം. ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മിക്സിലേക്ക് നമ്മൾ ഈ മീനുകളെല്ലാം കൂടെ പറക്കിയിടും. കൈ കൊണ്ട് ഇളക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്പൂൺ കൊണ്ട് ഇളക്കാം കേട്ടോ.
നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ അരപ്പ് എല്ലായിടത്തും പിടിക്കണം, അതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഭയങ്കര രുചിയുള്ളൊരു കറി, മാത്രമല്ല ഒരു വ്യത്യസ്തമായിട്ട് രുചിയുള്ളൊരു മീൻകറി കേട്ടോ അത്. നമ്മൾ സാധാരണ മുളക് പൊടിയൊക്കെ വഴറ്റിയിട്ട് വെക്കണേക്കാളും ഈ പച്ചക്കിട്ട് വയ്ക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറന്നു കൊടുത്തിട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വേണ്ട, ഇത് സമയമുണ്ടെങ്കിൽ ഒരു ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊരു 5 മിനിറ്റ് വെച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് ഇപ്പോൾ ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ട് പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല രുചിയാവും. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഇതിങ്ങനെ തന്നെ പച്ചയ്ക്ക് തന്നെയാണ് അങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നത്. പച്ചയ്ക്ക് തിളച്ച വെള്ളമൊന്നും അങ്ങനെയൊന്നുമില്ല, തിളച്ച പുളി വെള്ളത്തിലൊന്നും അല്ലായിരുന്നു. ഇതിന് മീനിൻ്റെ നിലക്ക വെള്ളം വരാൻ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഒത്തിരി വെള്ളമില്ല, ഇതൊരു കുറിയ ചാറോടുകൂടി ഒരു മീൻകറി. ഒത്തിരി ഇങ്ങനെ വെള്ളം പോലെ കിടക്കുകയൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മൾ മസാല വറ്റണമൊന്നുമില്ലല്ലോ, വളരെ കുറച്ച് മസാലയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വയ്ക്കണ പുഴ മത്സ്യം കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇതുപോലെ മീൻ മൂളിക്കിടക്കാൻ മാത്രം വെള്ളം മതി, ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് മീൻ വരുമ്പോൾ മീനിൽ നിന്നും കുറേ വെള്ളം ഇറങ്ങി വരും, കുറേ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്കിത് തീ കത്തിച്ച്, ഇപ്പോൾ തീ കത്തിച്ചിട്ടൊന്നുമില്ല, എല്ലാം പച്ചയ്ക്ക് വെച്ചാണ്ടോ. ഇനി തീ കത്തിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. ഒരു 10 ഈ ചട്ടി വിടാൻ കൂടെ കുറച്ച് സമയം വേണ്ടേ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് റെഡിയാവും. ഇപ്പോൾ നമ്മുടെ മീൻ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് വയ്ക്കാം കേട്ടോ, മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ മീൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. കേട്ടോ, മീൻ വെള്ളമൊക്കെ പറ്റി ചാറൊക്കെ പറ്റി കിടന്നുണ്ടോ, അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പുളി വേണമെങ്കിൽ പുളി ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. എല്ലാം കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇത് കണ്ടോ, നേരത്തെ വയ്ക്കണുണ്ട്, ഇത് നല്ല കുറിയ ചാറുമുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ചട്ടിയിലിരുന്ന് കുറച്ചും കൂടി വെള്ളം പറ്റും. നാളെ രാവിലെ ഇത് ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടാനായിട്ടോ നല്ലതോ. അന്ന് കൂട്ടണേക്കാളും നല്ലതോ. ഈ പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് നാളെ കൂട്ടാനും പിറ്റേ ദിവസം കൂട്ടാനാണെങ്കിൽ അതിനാണ് നല്ല രുചി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതുകൊണ്ട് പിന്നെ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. വെളിച്ചെണ്ണയൊക്കെ ഒത്തിരി എണ്ണയൊക്കെ ഒത്തിരി കൂട്ടാൻ പറ്റില്ലാത്തവർക്ക് ഇതിനകത്ത് ഒട്ടും എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടി ലാസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കരിയാപ്പില ഇടാം. കരിയാപ്പില ഇഷ്ടം പോലെ ഇടാം കേട്ടോ.
ഈ നമുക്കിതൊന്ന് ഇളക്കാൻ പാടില്ല, ഒന്ന് ചുറ്റിക്കാം. എണ്ണയൊക്കെ എല്ലായിടത്തും ഒന്നായിക്കോളും. ഇനി ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് മൂടി തരണ്ടോ. ആവി ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മൂടി വയ്ക്കാൻ പാടില്ല. ആവി പുറത്ത് പോകാൻ പാകത്തിനും ഒന്ന് മൂടി വയ്ക്കാവുള്ളൂ കേട്ടോ. ഇത് തണുത്ത് കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് മൂടി വയ്ക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് ഇനി വേറെ ടേസ്റ്റ് വരും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്പൂൺ വയ്ക്കാം. ഈ സ്പൂൺ ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടോ ഇങ്ങനെ ഒന്ന് മൂടി വയ്ക്കാം എന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഈ ആവിയിലൊക്കെ പുറത്തേക്ക് വെക്കോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനത്തെ മീൻകറി കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കഴിച്ചതാണ്, എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കഴിച്ച അതാണ്. പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല.